മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ജിസ്മരിയ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ആദ്യമായി കൃപാസനം മാതാവിനെ പറ്റിയൊരു കേൾക്കുന്നത് ഞാൻ എൻ്റെ വല്യപ്പച്ചൻ്റെ മരുമകൾ പറഞ്ഞിട്ടാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായി മാതാവിനോട് പ്രാർത്ഥിക്കണം, കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ചേച്ചി എനിക്ക് ആളുടെ കസിൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ആളുടെ നമ്പർ തന്നു. ആ സഹോദരി ഡിൻസി എന്നാണ് ആ സഹോദരിയുടെ പേര്. ആ സഹോദരി എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന അയച്ചു തരികയും ഞാൻ അന്ന് മുതൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ എഴുന്നേറ്റ് ചെല്ലുവാനും തുടങ്ങി. പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ഈ പ്രാർത്ഥന മാത്രം പോരാ, ഉടമ്പടി എടുക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ 2022 സെപ്റ്റംബർ 3-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് ഒരുപാട് നിയോഗങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. ആദ്യത്തെ നിയോഗമാണ് എൻ്റെ ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ള സ്വപ്നം. ഞാൻ ആ സമയത്ത് പ്രൈവറ്റ് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2013 സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പാസ് ഔട്ടായ ഒരു വ്യക്തിയാണ് ഞാൻ. 2013 തന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞു. അതിനുശേഷം ഒരു കുഞ്ഞുണ്ടായി. ഭർത്താവ് ഗൾഫിലായിരുന്നു. അതിനുശേഷം പ്രൈവറ്റ് ജോലികളിൽ നിന്ന് 2-3 ജോലികൾ ചെയ്തു. അതിനിടയിൽ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നു. ഭർത്താവിനും ജോലിയില്ലാത്ത അവസ്ഥ. രണ്ടാമത് ഞാൻ പ്രഗ്നൻ്റായി. അപ്പോൾ ആ പ്രഗ്നൻസി എനിക്ക് ബെഡ് റെസ്റ്റ് ആയതുകൊണ്ട് എൻ്റെ പ്രൈവറ്റ് ജോലി പോവുകയും ചെയ്തു. അപ്പോൾ രണ്ടുപേരും ജോലിയില്ലാതിരിക്കുന്ന, വരുമാനമില്ലാത്ത അവസ്ഥയിലാണ്. ഞാൻ വളരെ നിരാശപ്പെട്ടിരിക്കുമ്പോഴാണ് എനിക്ക് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുക്കാൻ അങ്ങനെ ഒരു ആഗ്രഹം വളരെയധികം, എൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയത്. അങ്ങനെ ഞാൻ ഡിൻസി ചേച്ചിയുടെ നിന്ന് ഡീറ്റെയിൽസുകളൊക്കെ അറിഞ്ഞ് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് സെപ്റ്റംബർ 3-ാം തീയതി ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം തന്നെ ഞാൻ എംപ്ലോയ്മെൻറ്റ് വഴി ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തിരുന്നു. ആ എംപ്ലോയ്മെൻറ്റ് ജോലി ITIയിൽ ഇൻസ്ട്രക്ടറായിട്ടായിരുന്നു. ആ ജോലി എനിക്ക് കിട്ടി. അതുമൂലം എനിക്കുണ്ടാവുന്നത് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശമ്പളത്തോടൊപ്പം 1 വർഷത്തെ സർവീസും കൂടി എൻ്റെ ഗവൺമെൻറ് ജീവിതത്തിൻ്റെ കരിയറിൽ കൂടും. അങ്ങനെ എൻ്റെ ആ നിയോഗത്തിനേക്കാൾ ഉപരിയായി മാതാവ് എൻ്റെ അവസ്ഥ കണ്ടറിഞ്ഞിട്ട് എനിക്കൊരു ജോലി തന്നെ അനുഗ്രഹിച്ചു. ഞാൻ എൻ്റെ ഗവൺമെൻറ് ജോലി, സ്ഥിര ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് ആദ്യത്തെ നിയോഗം വെച്ചിരുന്നത്. ആദ്യം തന്നെ എനിക്ക് എംപ്ലോയ്മെൻറ്റ് ജോലി തന്ന മാതാവൻ അനുഗ്രഹിച്ചു. 2021 ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഞാൻ 3 ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒറ്റൊരു റാങ്ക് ലിസ്റ്റായിരുന്നു. PWD, ഇറിഗേഷൻ, ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഒറ്റൊരു റാങ്ക് ലിസ്റ്റായിരുന്നു. എൻ്റെ റാങ്ക് 1000-ന് മുകളിലാണ്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ കിട്ടാം, ചിലപ്പോൾ കിട്ടാതിരിക്കാം. അപ്പോൾ ഞാൻ എന്നാലും എൻ്റെ വിശ്വാസം കൊണ്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഉടമ്പടിയിൽ ഉറച്ചു വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് ജോലി മാതാവ് തരും. റൊട്ടേഷൻ ചാർട്ട് പ്രകാരം 33-ാമത്തെ കാൻഡിഡേറ്റാണ് ഞാൻ. അങ്ങനെ ആ ജോലി എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് എംപ്ലോയ്മെൻറ്റ് ജോലി കിട്ടി. ഞാൻ ജോലിക്ക് കയറിയത്. അങ്ങനെ ഈ പ്രോസസ്സിങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ കൊല്ലം 2023 ഡിസംബർ 22-ാം തീയതി എനിക്ക് അഡ്വൈസ് മെമ്മോ ലഭിച്ചു. അപ്പോൾ ഞാൻ ആശ്വസിച്ചു, എനിക്ക് ജോലി ഏതാണ്ട് ഉറപ്പായെന്ന് വിചാരിച്ചു. ആ ഇടയിൽ എൻ്റെ കുറച്ചൊക്കെ ഉടമ്പടികളിൽ എൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് കുറവുകളൊക്കെ വന്നു. പിറ്റേ ഒരു ഫെബ്രുവരി 6-ാം തീയതി ആയപ്പോൾ, ഈ വർഷം 2024 ഫെബ്രുവരി 6-ാം തീയതി ആയപ്പോൾ ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിനെതിരെ ITIക്കാർ കൊടുത്തിരുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസിൽ അവർക്ക് അനുകൂലമായിട്ടൊരു വിധി വന്നു. ആ വിധി പ്രകാരം ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് 2024 ഏപ്രിൽ 13-ന് തീരേണ്ട റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ചെയ്ത് എല്ലാ ജോലിയിൽ കയറിയവരെയും അഡ്വൈസ് മെമ്മോ പോയവരെയും പിരിച്ചുവിട്ടുകൊണ്ട് പുതിയ റാങ്ക് ലിസ്റ്റ് റീകോൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു കോടതി വിധി വന്നു. അപ്പോൾ അഡ്വൈസ് മെമ്മോ കിട്ടി ജോലി പ്രതീക്ഷിച്ചിരുന്ന എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിപ്പോയി. അപ്പോഴാണ് ഞാൻ എൻ്റെ കുറവുകൾ മനസ്സിലാക്കിയത്. വീണ്ടും ഞാൻ ഉണർവോടുകൂടി പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ അടുത്ത് ഉറച്ചു വിശ്വസിച്ചു. വക്കീലെ കാണാൻ പോകുമ്പോഴും എന്ത് പ്രൊസീജിയറുകൾ ചെയ്യുമ്പോഴും ഉടമ്പടി കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങൾക്കും പോയി. കഴിഞ്ഞ 29-ാം തീയതി എനിക്ക് കഴിഞ്ഞ മുന്നത്തെ ആഴ്ച ഞങ്ങളുടെ ട്രിബ്യൂണൽ കോടതിക്കെതിരെയുള്ള ഈ വിധിക്ക് ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ ഓർഡർ കിട്ടി. സ്റ്റേ ഓർഡർ കിട്ടിയത് മൂലം എനിക്ക് ഇന്നലെ അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നു. അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്ന് നാളെ എനിക്ക് തിരുവനന്തപുരത്ത് വെരിഫിക്കേഷൻ കഴിഞ്ഞ് ജോയിൻ ചെയ്യണം.
ഞാൻ നിയോഗം വെച്ചിരുന്നപ്പോൾ 3 ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കോമൺ ലിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു PWD ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടുന്നത്. വേക്കൻസികൾ വളരെ കുറവാണ്. പക്ഷേ ഞാൻ എന്നാലും മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് PWD ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ കിട്ടണമെന്ന്. ഞാൻ എൻ്റെ റാങ്ക് ലിസ്റ്റ് ഈ ഉടമ്പടിയോടൊപ്പം തന്നെ പ്രിൻ്റ് എടുത്ത് എൻ്റെ പേര് ഉൾപ്പെടെ വരെയുള്ള 10-30 പേജ് ഞാൻ പ്രിൻ്റ് എടുത്ത് ഉടമ്പടിയോടൊപ്പം വെച്ചിട്ടാണ് എന്നും പ്രാർത്ഥിക്കാറ്. അപ്പോൾ മാതാവിൻ്റെ പ്രാർത്ഥന കേട്ടു. എനിക്ക് അപ്പോയിൻമെൻ്റ് ആയിരിക്കുന്നത് PWD ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ്, റോഡ് സെക്ഷനിലാണ്. ഇതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ ഭർത്താവിൻ്റെ സഹോദരിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടി വെച്ചിരുന്നു. ഭർത്താവിൻ്റെ സഹോദരി ഒരു എയ്ഡഡ് സ്കൂളിലെ ടീച്ചറായിരുന്നു. 1.5 വർഷത്തോളമായി ശമ്പളമില്ലാതെ ജോലി ചെയ്യുമായിരുന്നു. പെർമനൻ്റ് അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടാത്തതുകൊണ്ട് ആൾക്ക് സാലറി കിട്ടില്ലായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം തന്നെ സഹോദരിക്ക് പെർമനൻറ്റ് ജോലി അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നു. പിന്നത്തെ മാസം സാലറി ക്രെഡിറ്റായി. അതൊരു വലിയ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണെന്ന് ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു. മൂന്നാമത്തെ അനുഗ്രഹം, എൻ്റെ കുടുംബത്ത് സമാധാന അന്തരീക്ഷം ഇത്തിരി കുറവായിരുന്നു. ഞാൻ എന്നും കുടുംബ പ്രാർത്ഥന ഞങ്ങളുടെ വീട്ടിൽ മുടങ്ങാറുണ്ടായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും കാലത്ത് പള്ളിയിൽ പോകാൻ തുടങ്ങി. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി. കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഞാൻ മക്കളുടെ നെറ്റിയിലും ഭർത്താവിൻ്റെ നെറ്റിയിലും എല്ലാം ഞാൻ കുരിശ് വരച്ച് ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരച്ച് കൊടുക്കാറുണ്ട്. ഇപ്പോൾ കുടുംബത്ത് നല്ല സമാധാന അന്തരീക്ഷമാണ്, പ്രാർത്ഥന നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായുണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ മാറി. നാലാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ടാണ്. എൻ്റെ റാങ്കിൻ്റെ തൊട്ട് പുറകിലുള്ള ആളാണ് എൻ്റെ സുഹൃത്ത്. ആ സുഹൃത്താണ് ഈ റാങ്ക് ലിസ്റ്റിന് വേണ്ടി ഉടനീളം 2021 മുതൽ ഈ 24 വരെയുള്ള നിമിഷങ്ങളിൽ ഏറ്റവും അധികം കഠിനാധ്വാനം ചെയ്തത്. പക്ഷേ ആ കുട്ടിക്ക് കിട്ടാനുള്ള വേക്കൻസി ഉണ്ടാവുമെന്ന് ലാസ്റ്റ് നിമിഷം, അതായത് 1.5 മാസം കൊണ്ട് നീങ്ങി നിൽക്കെ റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ആവാൻ നിൽക്കുന്ന സമയം വരെ അവൾക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല ഈ ലിസ്റ്റിൽ നിന്ന് അവൾക്ക് ജോലി കിട്ടുമോ ഇല്ല എന്നുള്ളത്. എന്നിരുന്നാലും ഞാൻ അവൾക്ക് വേണ്ടി ഉടമ്പടി വെച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവൾക്ക് കഴിഞ്ഞ ജനുവരി 16-ാം തീയതി അവൾക്ക് അഡ്വൈസ് മെമ്മോ ലഭിച്ചു. അവൾക്കും ജോലി കിട്ടാനായിട്ട് മാതാവ് ഇടപെട്ടു. എനിക്ക് എൻ്റെ റൊട്ടേഷൻ ചാർട്ട് പ്രകാരം എനിക്ക് 33-ാമത്തെ സ്ഥാനവും ലാറ്റിൻ കാത്തലിക്കിൽ, എൻ്റെ സുഹൃത്തിന് 34-ാമത്തെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുൻപ് 2 വ്യക്തികളുണ്ടായിരുന്നു. ആ 2 വ്യക്തികൾ ജോയിൻ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് 2 പേർക്കും, എനിക്കും എൻ്റെ സുഹൃത്തിനും അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടാനായിട്ട് യാതൊരുവിധ മാർഗവും ഉണ്ടായിരുന്നില്ല. പക്ഷേ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് എന്താണെന്നറിയില്ല, അവരാരാന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് അവരെ കണ്ടുപിടിച്ചാൽ ഡെലീഷൻ മേടിക്കാമായിരുന്നു. പക്ഷെ അവരെ കണ്ടുപിടിക്കാൻ ഞങ്ങൾ ഒരുപാട് മാനുഷികമായി ശ്രമിച്ചു. ആ വ്യക്തികളെ കണ്ടുപിടിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റിയില്ല. ഞാൻ മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. ആ 2 വ്യക്തികളും ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്തില്ല. അവർക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ട് അവർ ജോയിൻ ചെയ്തില്ല. അതുമൂലം ഞങ്ങൾക്ക് ആ 2 വ്യക്തികളുടെ ചാൻസ് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾക്ക് മാതാവിൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഈ 2 പേർക്കും ജോലി കിട്ടിയതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ ഇവിടെ നിന്ന് കിട്ടിയ ഉടമ്പടി പത്രങ്ങൾ ഞങ്ങളുടെ ഇടവകയിൽ മാത്രമല്ല പുറത്തുള്ള പള്ളികളിലും റോഡുകളിലും എല്ലായിടത്തും പോയി എനിക്കറിയാവുന്നവരും അറിയാത്തവരുടെ എല്ലാവരുടെ കയ്യിൽ കൊടുക്കും. ഞാനൊരു PSC കോച്ചിങ് സെൻറ്ററിൽ വർക്ക് ചെയ്തിരുന്നു. അവിടെ എല്ലാ മതസ്ഥരുണ്ട്. ആ കുട്ടികളുടെ എല്ലാ കയ്യിലും ഞാനിത് കൊടുക്കും. അവരോട് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇത് കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ച് പരീക്ഷ എഴുതാൻ പറയും. എന്നെ കളിയാക്കിയവരൊക്കെ ഉണ്ട്, ഇത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാന്നൊക്കെ ചോദിച്ചിട്ട്. എന്നാലും ഞാൻ അവരോട് പറയും, ചേച്ചി വിശ്വസിച്ച് പ്രാർത്ഥിക്കും, മോള് വിശ്വസിച്ച് പ്രാർത്ഥിക്കും, ഇതുപോലെ നിങ്ങൾക്ക് അനുഗ്രഹമോ മാത്രം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ എല്ലാവർക്കും ഉടമ്പടി പത്രം കൊടുത്തിട്ടുണ്ട്. എൻ്റെ സഹോദരിയും എൻ്റെ അമ്മയും ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവരോടൊപ്പം ഞാൻ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു കെയർ ഹോമിൽ സ്പെഷ്യൽ ചിൽഡ്രൻസിനെ അവരെ നോക്കാനായിട്ട് കുളിപ്പിക്കാനൊക്കെ പോകുമ്പോൾ സഹായിക്കാറുണ്ട്. എനിക്ക് എംപ്ലോയ്മെൻറ്റ് മുഖാന്തരം ജോലി കിട്ടിയപ്പോൾ എനിക്ക് കിട്ടിയിരുന്ന ശമ്പളത്തിൽ നിന്ന് ദശാംശം കൊടുക്കുകയും പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ട് ഞാൻ അതിൽ നിന്ന് വിഹിതം മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് പ്രാർത്ഥന വളരെ കുറവായിരുന്നു. ദിവസവും ഞാൻ കുർബാനയ്ക്ക് പോകുന്ന വ്യക്തിയൊന്നുമല്ല. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകാൻ തുടങ്ങിയത്. ബൈബിൾ വായന ആരംഭിച്ചു. ഇത്ര നാളൊരു ക്രിസ്ത്യാനായിട്ട് പോലും ഞാൻ ബൈബിൾ തൊട്ട് നോക്കിയിട്ടില്ല. എനിക്ക് ആവശ്യമുള്ള പേജ് മാത്രം എടുത്ത് കുടുംബ പ്രാർത്ഥനയ്ക്ക് വായിക്കുന്നതല്ലാതെ ഞാൻ വായിച്ചിട്ടില്ല. പിന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ എനിക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഞാൻ എൻ്റെ ഹെഡ്സെറ്റ് വെച്ച് മറ്റു സാക്ഷ്യങ്ങൾ കാണാറുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്ത് മാതാവ് ഇടപെട്ട് കറക്റ്റായിട്ട് PSC ജോലിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ജോലി കിട്ടാതിരിക്കുന്ന ഒരുപാട് പേരുടെ സാക്ഷ്യങ്ങൾ അത് മാതാവ് എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് വെളിപ്പെടുത്തി തരാറുണ്ട്. ആ സാക്ഷ്യങ്ങൾ കാണുമ്പോൾ ഞാനും വിചാരിക്കാറുണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം ഇവിടെ വന്നിട്ട് അതുപോലെ തന്നെ അവരെ പോലെ തന്നെ മാതാവിൻ്റെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറയാനായിട്ട് മാതാവ് അനുഗ്രഹിക്കുന്നത് ഞാൻ ഉറച്ചു വിശ്വസിച്ചിട്ടുണ്ട്.
ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കുറവുകളോ വീഴ്ചകളോ വന്നിട്ടുണ്ടെങ്കിൽ അതിന് മാതാവിനോട് ഈശോയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാല പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം എന്നെ മുൻപനാക്കി. പ്രഭാഷകൻ്റെ പുസ്തകം 33:17 തിരുവചനമാണ്. തൻ്റെ പ്രൊഫഷണൽ ലൈഫ് അത് എന്ന് താൻ പ്രൊഫഷണൽ ലൈഫിൽ പാസ്സായെന്നും അതിനുശേഷം പിന്നീട് ഒരു ഗവൺമെൻറ് ജോലിയൊക്കെ ഒരു സ്വപ്നമായിരുന്നു. ആദ്യമേ കിട്ടിയ ജോബിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഉടമ്പടി എടുത്ത ഉടനെ തന്നെ ജോബ് ലഭിച്ചു. എന്നാൽ പിന്നീട് അത് ഒരു കേസായിട്ട് മാറുകയായിരുന്നു. അതിലൂടെ ഈ മകൾക്ക് നേട്ടങ്ങൾ കിട്ടി. അതായത് 1 വർഷത്തെ എക്സ്പീരിയൻസൊക്കെ ഈ മകൾക്ക് ആഡ്